Hey all, this is Tansiha. Welcome to our family DI Solutions. റീസെൻ്റ്ലി ബുക്സിൽ വന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു ഫിക്സഡ് അസെറ്റ്. ഇന്ന് നമുക്ക് ഫിക്സഡ് അസെറ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഇപ്പം എക്സിസ്റ്റിംഗ് സോഹോ അക്കൗണ്ട്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൾ സെറ്റിങ്സിൽ പോയിട്ട് പ്രിഫറൻസസിൻ്റെ അണ്ടറിൽ ജനറലിൽ ഫിക്സഡ് അസെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ടിക്ക് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാം. അത് ടിക്ക് ഇട്ടാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടൻറ്റിൻ്റെ അണ്ടറിൽ ഫിക്സഡ് അസെറ്റ് മൊഡ്യൂൾ ലിസ്റ്റ് ആവുള്ളൂ. ഫിക്സഡ് അസെറ്റ് മൊഡ്യൂളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ മന്ത് എൻഡ് ആകുമ്പം അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ബേസിൽ ഇയർ എൻഡ് ആണെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് മാനുവൽ എൻട്രി പോസ്റ്റ് ചെയ്തിട്ടാണ്. നമുക്ക് ഫിക്സഡ് അസെറ്റ് മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഫിക്സഡ് അസെറ്റ് ക്രിയേറ്റ് ചെയ്ത് ഡിപ്രീസിയേഷൻ രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാനുവലി സിസ്റ്റം ജനറേറ്റ് ചെയ്തോളും ഡിപ്രീസിയേഷൻ റേറ്റ്. അതിനായിട്ട് എൻ്റെ റൈറ്റ് സൈഡിൽ 2 ബട്ടൺസ് കാണാം. മാനേജ് അസെറ്റ് ടൈപ്പ്, ന്യൂ ഫിക്സഡ് അസെറ്റ്. നമ്മളെ മാനേജ് അസെറ്റ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഫിക്സഡ് അസെറ്റ് സെയിം കാറ്റഗറിയിൽ വരുന്ന ഫിക്സഡ് അസെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിം ഡിപ്രീസിയേഷൻ കാറ്റഗറിയിൽ വരുന്ന ഫിക്സഡ് അസെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ അസെറ്റ് ടൈപ്പ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഡിപ്രീസിയേഷൻ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പം ഫിക്സഡ് എമൗണ്ട് ത്രൂ ഔട്ട് യൂസ്ഫുൾ ഇയർ വരെ ഡിപ്രീഷിയേറ്റ് ചെയ്ത് വരുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഇനി ഡിക്ലൈനിങ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ പെർസെൻറ്റേജ് വെച്ചിട്ട് ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് വെച്ചിട്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഡിക്ലൈൻ ആയിട്ട് വാല്യൂ കുറഞ്ഞു വന്നോളും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് കൊടുത്തു. ഡിപ്രീസിയേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മന്ത്ലി ആണോ ഇയർലി ആണോ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. മന്ത്ലി യൂസ്ഫുൾ ലൈഫ് എത്രയാണ് എന്നുള്ളത് കൊടുക്കാം. ഇനി കമ്പ്യൂട്ടേഷൻ ടൈപ്പ് നമ്മൾ ഫിക്സഡ് നമ്പർ യൂസേജിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പ്രോ റാറ്റയും, അതല്ല ആവറേജ് മന്ത്സ് ആണെന്നുണ്ടെങ്കിൽ നോൺ പ്രോ റാറ്റയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഏത് അക്കൗണ്ടിലേക്കാണ് നമുക്ക് ഡിപ്രീസിയേഷൻ പോസ്റ്റ് ചെയ്യേണ്ടതെന്നാണ്. ഇപ്പം ഇതിന് നമുക്കൊരു ഫിക്സഡ് അസെറ്റ് അക്കൗണ്ട് ഇല്ല. അപ്പം അതിനായിട്ട് നമ്മൾ ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് അസെറ്റ് അക്കൗണ്ട് ടൈപ്പ് വരും. അവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. ഇനി എക്സ്പെൻസ് ഏത് അണ്ടറിലാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പം ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കൊടുത്തു. ഇവിടെ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി കൊടുക്കുന്ന നേരം മാത്രമാണ് ഡിപ്രീസിയേഷൻ ആ ഒരു ഫിക്സഡ് അസെറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മൾ ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഫിക്സഡ് അസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്ലാൻ 1 പർച്ചേസ് വാല്യൂ ഞാൻ 2,50,000 കൊടുത്തു. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പർച്ചേസ് വാല്യൂം പർച്ചേസ് ഡേറ്റും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൈപ്പ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി ഡിപ്രീസിയേഷൻ മെത്തേഡ് നമ്മൾ ടൈപ്പിൽ ചൂസ് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇനി ഏത് ഫിക്സഡ് അക്കൗണ്ടിൻ്റെ അണ്ടറിലേക്കാണ് ഈ ഡീറ്റെയിൽസ് പോകേണ്ടത് എന്നുള്ളതാണ്. എവിടെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്യാം. വൺസ് ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ ആക്റ്റീവായിട്ട് മാർക്ക് ചെയ്യാം. ആക്റ്റീവായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സിസ്റ്റം ഡിപ്രീസിയേഷൻ ജനറേറ്റ് ചെയ്യുള്ളൂ. ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഡിപ്രീസിയേഷൻ ഫ്ലോ ചാർട്ടും അതേപോലെ ഡിപ്രീസിയേഷൻ ഹിസ്റ്ററിയും ഇവിടെ ലിസ്റ്റ് ആവും. ഇനി അതുപോലെ നമുക്ക് ഈ അസെറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസിൻ്റെ അണ്ടറിൽ ബിൽസിൽ പോയിട്ട് പുതിയ ബില്ല് ക്രിയേറ്റ് ചെയ്യാം. വെൻഡറിനെ ചൂസ് ചെയ്യാം. ബിൽ നമ്പർ കൊടുക്കാം. ബിൽ ഡേറ്റ് നമ്മളവിടെ പർച്ചേസ് ഡേറ്റ് കൊടുത്ത പോലെ ബിൽ ഡേറ്റ് കൊടുക്കുക. ഇവിടെ പ്ലാൻ 1 കൊടുത്തിട്ട് അക്കൗണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. പ്ലാന്റ് ആൻഡ് മെഷീനറി കൊടുത്ത പോലെ അക്കൗണ്ട് സെലക്ട് ചെയ്തു. റേറ്റ് 2,50,000 കൊടുത്തു. ഇപ്പം നമ്മൾ ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്തതായിട്ട് കാണിക്കും. ഇനി നമുക്ക് റിപ്പോർട്ട്സിൻ്റെ അണ്ടറിൽ ബാലൻസ് ഷീറ്റിൽ പോയാൽ
ഫിക്സഡ് അസറ്റിൽ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസ് കാണാം. അതേപോലെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വന്ന ഡിപ്രീസിയേഷൻ നമുക്ക് കാണാം. ക്ലോസിംഗ് ബാലൻസ് മാർച്ച് 31 ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്നുള്ളത് കാണാം. ഫിക്സഡ് അസറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.